मेरे प्यारे बच्चों सालम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് എല്ലാ മക്കളും നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നല്ല സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത് റെഡി അല്ലേ യെസ് നമ്മുടെ പരീക്ഷയ്ക്ക് ഏതെല്ലാം പാഠഭാഗങ്ങളാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങളും അതേപോലെ അതിനുശേഷം വരുന്ന പാഠഭാഗങ്ങളാണ് ഇനി നമുക്ക് ഈ ക്രിസ്മസ് പരീക്ഷയിൽ എഴുതാനുള്ളത് ഓണപരീക്ഷയ്ക്ക് ശേഷം വരുന്ന പാഠഭാഗങ്ങൾ അല്ലേ പക്ഷേ നമുക്ക് ഓണപരീക്ഷയ്ക്ക് വന്ന പാഠഭാഗങ്ങളിൽ നിന്നും 10-20% ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം അത്തരത്തിൽ നമുക്ക് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിച്ചോളൂ നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിലെ സുഖദുഃഖ് അല്ലെ സുഖദുഃഖ് എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം അല്ലെ സുഖവും ദുഃഖവും എന്നുള്ള മനോഹരമായിട്ടുള്ള പാഠഭാഗം സുമിത്രാനന്ദൻ പന്തിൻ്റെതാണ് അല്ലെ സുഖദുഃഖ് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഒന്ന് സ്റ്റോർ ചെയ്യണം അപ്പൊ സുഖദുഃഖ് കിസ്കി കവിത ഹേ എന്ന് ചോദിച്ചാൽ സുമിത്രാനന്ദൻ പന്താണ് എന്നുള്ളത് അടിസ്ഥാനമായി എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക ഇത് ഏത് വിധത്തിലുള്ള രചനയാണ് എന്ന് കിസ് വിധ കി രചന ഹേ എന്ന് ചോദിച്ചാൽ കവിതയാണ് സെറ്റ് അല്ലേ അപ്പൊ ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം എന്തായിരിക്കും ആ ചോദ്യം എന്നുള്ളതിന്റെ മുമ്പൊക്കെ എന്റെ മക്കൾ ഈ സുഖദുഃഖ് എന്നുള്ള പാഠഭാഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കും നാളത്തെ പരീക്ഷ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് എഴുതണം അതുകൊണ്ട് സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ട് സെറ്റ് ആവണം എന്നുള്ളത് കൊണ്ടല്ലേ എന്റെ മക്കൾ ഈ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് യെസ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചോദ്യം ഡിസ്കസ് ചെയ്യാം എന്താണ് ആ ചോദ്യം മക്കളെ യെസ് കവിതാംശ ആശയ ലിഖേ അപ്പൊ സുഖദുഃഖ് എന്നുള്ള കവിതയുടെ ഒരു ആശയം എഴുതാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എത്തരത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ആദ്യ ഭാഗങ്ങളിൽ നിന്നും ചോദിക്കാൻ മാഷ് നോക്കിയിട്ട് ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമുക്ക് എന്ത് ചെയ്യാം ഇത് തന്നെ ഒന്ന് ജസ്റ്റ് വളരെ ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത്തരത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളത് എന്റെ മക്കൾ മനസ്സിലാക്കിക്കുക ശ്രദ്ധിച്ചു നോക്കിക്കോടാ മക്കളെ ഹിന്ദി സാഹിത്യക്കെ മഹാൻ കവി സുമിത്രാനന്ദൻ പന്ത് की एक सुंदर कविता है ഹിന്ദി സാഹിത്യത്തിലെ മഹാകവിയായ സുമിത്രാനന്ദൻ പന്തിന്റെ ഏക് സുന്ദർ സുന്ദർ എന്ന് പറഞ്ഞാൽ സുന്ദരം അല്ലെങ്കിൽ മനോഹരം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ സുന്ദരമായ എന്താകുന്നു കവിതയാകുന്നു അത് നമ്മൾ ഫസ്റ്റ് എഴുതി അപ്പൊ നമ്മൾ ഏത് കവിത തന്നു കഴിഞ്ഞാലും അത് ആരുടേതാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു തുടങ്ങുന്നു അതേപോലെ സുഖദുഃഖ് അല്ലെ നമുക്ക് ഏത് കവിതയെ കുറിച്ച് എഴുതാൻ വേണ്ടിട്ട് പറഞ്ഞത് സുഖദുഃഖാണ് അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു അപ്പൊ ഹിന്ദി സാഹിത്യക്കെ മഹാൻ കവി സുമിത്രാനന്ദൻ പന്ത് की एक सुंदर കവിത സുഖദുഃഖ് കഴിഞ്ഞല്ലോ ഇനി നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് ഈ കവിതയിൽ കവി ജീവൻ കെ വാസ്തവിക അർത്ഥ കെ ബാരെ മേ കഹത്തെ ഹേ ഈ കവിതയിലൂടെ നമ്മുടെ സുമിത്രാനന്ദൻ പന്ത് ഇവിടെ കവി എന്ന് മെൻഷൻ ചെയ്തത് നമ്മുടെ സുമിത്രാനന്ദൻ പന്തിനെയാണ് അത് വാസ്തവിക ജീവിതത്തിലെ യഥാർത്ഥ കാര്യങ്ങളെ കുറിച്ചാണ് കഹത്തെ ഹേ പറയുന്നത് പറയുന്നത് ശ്രദ്ധിച്ചോ പറയുന്നത് സെറ്റല്ലേ വാസ്തവിക യഥാർത്ഥ അർത്ഥങ്ങൾ യാഥാർത്ഥ്യ അർത്ഥങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇനി നമുക്ക് നോക്കാം യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം സെറ്റല്ലേ അപ്പൊ ആദ്യത്തെ അത് സെറ്റാണല്ലോ ഇനി നമുക്ക് കവിതയിൽ എന്താ പറയുന്നത് നോക്കാം കവി കഹത്തെ ഹേ കവി പറയുന്നു കി എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ അതായത് കവി പറയുന്നു എന്ന് പറഞ്ഞു അത് എന്താണ് പറയുന്നത് അതാണ് കി എന്തെന്നാൽ എന്താണടാ ജീവൻ സുഖ ദുഃഖ പൂർണ്ണ ഹേ ജീവിതം സുഖത്താലും ദുഃഖത്താലും പൂർണ്ണമായിരിക്കും ഒന്നെങ്കിൽ സുഖം ഉണ്ടാകും അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകും അങ്ങനെ തന്നെ അല്ലേ സുഖം ഓർ ദുഃഖം അത്തരത്തിൽ ഒന്നെങ്കിൽ സുഖമായിരിക്കും അല്ലെങ്കിൽ ദുഃഖമായിരിക്കും സുഖവും ദുഃഖത്താലും പൂർണ്ണ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾ ശ്രദ്ധിച്ചോ അടങ്ങിയതാണ് അപ്പം ജീവിതം സുഖത്താലും ദുഃഖത്താലും അടങ്ങിയിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട് ഇനി പറയുന്നു നിരന്തർ സുഖ ഓർ ദുഃഖ് നഹി ഹോനാ ചാഹിയേ തുടർച്ചയായി സുഖവും ദുഃഖവും നഹി ഹോനാ ചാഹിയേ ഉണ്ടാകാൻ പാടില്ല നിരന്തരമായി സുഖവും ദുഃഖവും ഉണ്ടാകാൻ പാടില്ല അപ്പൊ നിങ്ങളൊക്കെ മറ്റോനൊക്കെ നല്ല സുഖത്തിലാണല്ലോ അതുകൊണ്ട് എനിക്ക് അത്ര സുഖമില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ദുഃഖം ഉണ്ടെങ്കിൽ അതിനൊരു സുഖം വരും നിരന്തരം എന്ത് ചെയ്യും സുഖം തന്നെ വന്നാൽ അതൊരു നമുക്ക് ജീവിതം പൂർണ്ണമാവില്ല അത്തരത്തിൽ നമുക്ക് പറയാം ഇനി പറയുന്നുണ്ട്
के मिलन से जीवन को पूर्ण हो जाते हैं ല്ലേ എന്താ പറഞ്ഞേ യഹ് ദോനോം കോ ല്ലേ ഈ രണ്ടെണ്ണത്തിന്റെയും ഈ രണ്ടെണ്ണം യഹ് ദോനോം കെ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് യഹ് ദോനോം കെ ഏത് ദോനോം കേടാ സുഖ് ഓർ ദുഃഖേ നമ്മുടെ ഹെഡിങ് കണ്ട് ആലോചിച്ചാൽ മതി ഇതാ ഈ സുഖ് ഓർ ദുഃഖാണ് എന്നുള്ളത് എന്റെ മക്കൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക മുമ്പ് പറഞ്ഞ സുഖവും ദുഃഖവുമാണ് എന്നുള്ളത് എന്റെ മക്കൾ മനസ്സിലാക്കുക അതാണ് യഹ് ദോനോം കെ ഇനി പറയുന്നുണ്ട് മിലൻ സെ ജീവൻ കോ പൂർണ്ണ ഹോ ജാത്തേ ഹേ എന്നങ്ങനെ പറഞ്ഞാൽ ഒത്തുചേരൽ അതായത് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ചേരൽ കൊണ്ടാണ് ജീവിതം എന്താകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളതാ ജീവിതം പൂർണ്ണമാകുന്നത് അതാണ് പൂർണ്ണ ഹോ ജാത്തേ ഹേ അപ്പൊ ജീവിതത്തിലെ സുഖവും ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം പൂർണ്ണമാവുള്ളൂ ഒരാൾക്ക് എല്ലാ കാലത്തും സുഖമായി ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് എല്ലാ കാലത്തും ദുഃഖമായിരിക്കുക അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല സുഖവും ദുഃഖവും കൂടി ചേരുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത് എന്ന് പറയുന്നു സുഖ ദുഃഖ മനുഷ്യക്കോ ബാണ്ട് ദിയാ ഹേ സുഖത്തെയും ദുഃഖത്തെയും മനുഷ്യന് എന്താക്കിയിട്ടുണ്ടടാ ബാണ്ട് വേർതിരിച്ചിട്ടുണ്ട് അല്ലെ വേർതിരിക്കുക അല്ലെ അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് സുഖത്തെയും ദുഃഖത്തെയും വേർതിരിച്ചിട്ടുണ്ട് ഇനി പറയുന്നുണ്ടടാ നിരന്തർ സുഖ ഓർ നിരന്തർ ദുഃഖ ബി വേദനാഹേ നിരന്തരമായിട്ടുള്ള സുഖവും അതേപോലെ നിരന്തരമായിട്ടുള്ള ദുഃഖവും വേദനാഹേ എന്ന് പറയുന്നു വേദന തന്നെയാണ് അല്ലെ ശ്രദ്ധിച്ചോ വേദന തന്നെയാണ് നിരന്തരമായ സുഖവും നിരന്തരമായ ദുഃഖവും ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വേദന തന്നെയാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇത്തരത്തിൽ നമ്മൾ ആ കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ ആയിട്ട് വളരെ ലളിതമായിട്ടാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് എന്റെ മക്കൾ ഇത് ശ്രദ്ധിച്ചോ ഇനി അവസാനമായിട്ട് നമുക്ക് ഇത്തരത്തിൽ പറഞ്ഞ ആശയം അവസാനിപ്പിക്കാം ഏറ്റവും എളുപ്പമാണ് ഈ കവിതാസെ സമജ് മേ ഈ കവിതയിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഈ കവിതയിൽ നമുക്ക് മനസ്സിലാകുന്നത് ശ്രദ്ധിച്ചോ അദ്ദേഹം എന്തെന്നാൽ ജീവൻ മേ സുഖ ദുഃഖ ഏക് സിkke ke ദോ പെഹ്ലു ജൈസേ ഹേ ഒരു ജീവിതത്തിൽ സുഖവും ദുഃഖവും എന്ന് പറയുന്നത് എന്താണ് ഒരു കോയിനിലെ അല്ലെ കോയിൻ എന്താ അല്ലെ നമ്മളെ പൈസ 1 രൂപ 2 രൂപന്റെ ഒക്കെ കോയിൻ ഉണ്ടാവില്ല അത്തരത്തിലുള്ള കോയിനുകളുടെ ദോ പെഹ്ലു അല്ലെ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം അല്ലെ രണ്ട് ഭാഗം ഇവിടെ നമുക്ക് ദോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഭാഗ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം ഭാഗം എന്നുള്ളൊരു അർത്ഥത്തിൽ നമുക്ക് കൊടുക്കാം രണ്ട് ഭാഗമാണ് ഭാഗമായതുപോലെ അല്ലെ അപ്പൊ ഒരു കോയിന്റെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ 1 രൂപന്റെ ഒരു കോയിൻ ആണെങ്കിൽ 1 രൂപ ഒന്ന് എഴുതിയൊരു ഭാഗം പിന്നെ അതിന്റെ പിറകുവശത്ത് മറ്റൊരു ഭാഗം ഉണ്ടാവും അതേപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സുഖവും ദുഃഖവും അടങ്ങിയിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സുമിത്രാനന്ദൻ പന്തേ സുഖ ദുഃഖ എന്ന് പറയുന്ന ഈ കവിതയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് സെറ്റല്ലേ എന്നിട്ട് നമ്മൾ ഈ ആശയം എങ്ങനെ അവസാനിപ്പിക്കുന്നു ഇത്തരത്തിൽ നമ്മൾ അവസാനിപ്പിക്കുന്നു യഹ് ഏക് സുന്ദർ ഓർ സരൾ കവിത ഹേ ഇത് ഏറ്റവും സുന്ദരവും അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള സരൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് അല്ലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിത തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആശയം അവസാനിപ്പിക്കാം ഏറ്റവും എളുപ്പമാണടാ അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതേപോലെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടും എളുപ്പത്തിൽ എഴുതി ഇതിന് എത്ര മാർക്കാണോ 4 മാർക്കാണെങ്കിൽ 4 മാർക്ക് 5 മാർക്കാണെങ്കിൽ 5 മാർക്ക് അത്തരത്തിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സെറ്റ് അല്ലടാ മക്കളെ അപ്പൊ റെഡി അല്ലേ അപ്പൊ ഇത്തരത്തിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്റെ മക്കളെ എഴുതുമെന്നുള്ള മക്കളൊക്കെ ഒന്ന് കമന്റ് ചെയ്തോ നല്ല അടിപൊളിയായിട്ട് കമന്റ് ചെയ്തോടാ നാളത്തെ പരീക്ഷ ഞങ്ങൾ ജയിക്കും എന്നൊക്കെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തോ അപ്പൊ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് നാളത്തെ പരീക്ഷ എഴുതുക നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റുകളൊക്കെ അറിയിക്കുക അപ്പൊ എല്ലാ മക്കൾക്കും നന്ദി സബ്കാ ബഹുത് ബഹുത് ശുക്രിയ ബൈ